ഉറപ്പാണ്. അവിടെയാണ് നോക്കണ്ടേ? റോഡാണ് നോക്കണ്ടേ? ഇപ്പൊ ഞാനിപ്പോ ആദ്യമായിട്ടാ മാമിനെ കാണുന്നത്. ഞാൻ മാമിനെ സംസാരിക്കാൻ തുടങ്ങിയതും അല്ലെങ്കിൽ വിഷ് ചെയ്തതും എല്ലാം നിങ്ങൾ നോക്കിയാ ഞാൻ മുഖത്ത് നോക്കിയാ സംസാരിച്ചത് അല്ലേ? ഞാൻ അവിടെ അല്ല നോക്കുന്നത്, ഞാൻ ഇങ്ങനെ മാറിയാണ് നോക്കുന്നെങ്കിൽ അതിനർത്ഥം എന്തോ ഞാൻ മാമിനെ ശ്രദ്ധിക്കുന്നില്ല എന്നാ. ശരിയല്ലേ? ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോ ഞാൻ മാമിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോഴാണ് മാമിന് ഒരു കോൺഫിഡൻസ് വരുന്നത് എന്നോട് സംസാരിക്കാൻ. ശരിയല്ലേ? അപ്പൊ നമ്മുടെ നോട്ടത്തിന് ഇതിനകത്ത് വിലയുണ്ട്. ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ നോക്കുന്നത് കൃത്യമായിട്ടൊരു പോയിന്റും ഉണ്ട്. നേരെയാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഇടതുവശത്തിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവില്ല. നമ്മുടെ നിയമം വെച്ചിട്ട് വണ്ടി ഓടിക്കേണ്ട ഏത് സൈഡ് ചേർന്നാ? ഇടത് സൈഡ് ചേർന്നാണ്. നമ്മുടെ മുന്നിൽ തടസ്സങ്ങൾ വരുന്നത് എവിടെയായിരിക്കും? ഇടതുവശമായിരിക്കും വലതുവശമായിരിക്കും? ഉറപ്പല്ലേ? ഒരാള് നമ്മളെ ഓവർടേക്ക് ചെയ്താ അയാൾ വരാൻ പോകുന്നത് മുന്നിൽ ഇടതോട്ടാണ്. നടന്നു പോകുന്ന ഒരാള് മുന്നിൽ ഇടതുവശത്തുണ്ടായിരിക്കും. ഒരു വണ്ടി നിർത്തിയിടുന്നെങ്കിൽ ഇപ്പൊ നമ്മളെ നിർത്തിയിട്ടിരിക്കുന്ന ഉൾപ്പെടെ ഇടതുവശത്താണ്. അപ്പൊ കാറിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഇടതുവശത്താണോ വലതുവശത്താണോ? മാം നോക്കാൻ പറഞ്ഞത് നേരെ നോക്കാനാണ്. നേരെ നോക്കിയാൽ വലതുവശമാണോ ഇടതുവശമാണോ? ആണ്? ഉറപ്പാണ്? നേരെ അത് വലതെന്ന് പറയും, ഇത് ഇടതെന്ന് പറയും. അങ്ങനെയല്ല, ഇങ്ങനെയാണ് നോക്കേണ്ടത്. ഇങ്ങനെ. ഓക്കെ, ഈ കോർണർ അല്ല, ഇങ്ങനെ മുന്നിൽ റോഡിന്റെ ഇടതുവശത്തേക്കാണ് നോക്കേണ്ടത്. നേരെ നോക്കിയാൽ റോഡിന്റെ വലതുവശമായിരിക്കും മാം കാണത്തുള്ളൂ. ഓക്കെയാണ്? നമ്മുടെ മനുഷ്യന്റെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. കൂടുതൽ പേർക്കും വലതുവശത്തായിരിക്കും കൂടുതൽ ബാലൻസ് ഉള്ളത് അല്ലെ? മാം ഇപ്പൊ നേരെ നോക്കിയിരുന്നാലും മാമിന് ഇത്രയും വിഷൻ കിട്ടും കണ്ണിൽ. നേരെ ഇരുന്നാലും ഇത്രയും കാഴ്ചയുണ്ട്. ഇടതുവശത്ത് അത്രയും കാഴ്ചയുണ്ടോ? ഇല്ല. മാം എന്നെ കാണണമെങ്കിൽ മാം ഇങ്ങോട്ട് നോക്കിയാലേ എന്നെ കാണാൻ പറ്റത്തുള്ളൂ. വലത് സൈഡിലാണെങ്കിൽ കാണാൻ പറ്റത്തില്ല. ഈ നടന്നു പോണവരെയൊക്കെ മാമിന് കാണാൻ പറ്റുന്നില്ലേ? അവര് വരുന്നത് വരെ തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? വലതുവശം നമുക്ക് എപ്പോഴും അങ്ങനെയാ, മെമ്മറിയാ. വലതുവശത്ത് നിന്നൊന്നും നമ്മുടെ ട്രാക്കിലേക്ക് വരത്തുമില്ല. വന്നാൽ അത് മാമിന് തിരിച്ചറിയാൻ പറ്റും വരുന്നുണ്ടെന്ന്. ഇപ്പൊ അയാൾ വന്നപ്പോ തിരിച്ചറിഞ്ഞതുപോലെ വലത്തുനിന്നൊരു തട്ടാനുള്ളൊരു സാധനമോ അങ്ങനെ എന്തെങ്കിലും കടന്നു വന്നാൽ മാമിന് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നോക്കേണ്ടത് എവിടെയായിരിക്കും? കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇടതുവശത്തേക്കാ. മറ്റേത് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഇങ്ങോട്ടാണ് എന്ന് തിരിച്ചറിയാൻ പറ്റും. ഇവിടെ നോക്കിയിരുന്നാലേ മനസ്സിലാവുള്ളൂ ഇതേ തട്ടുവോ മുട്ടുവോ എന്നൊക്കെ. ശ്രദ്ധിക്കേണ്ട എപ്പോഴും ഇങ്ങനെ ഇടതുവശത്തേക്ക്, ഇടത് സൈഡിലേക്കാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ. ഓക്കെയാണ്? ഇനി ഒരു ലെങ്തിന്റെ കൂടെ വിഷയമുണ്ട്. ഇപ്പൊ സൈഡ് അറിയാനാണ് ഇങ്ങനെ നോക്കാൻ ഞാൻ പറഞ്ഞത്. അതായിട്ട് തട്ടുവോ ഇതായിട്ട് തട്ടുവോ എന്നൊക്കെ അറിയാൻ ഒഴിഞ്ഞു മാറാൻ. ഇനി ദൂരം കൂടെ ഉണ്ട്. അതുമായിട്ട് എങ്ങനെ ദൂരം കീപ്പ് ചെയ്യണമെന്ന് കൂടെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ മുന്നിൽ നടന്നു പോണ ആള് കണ്ട, അയാളെ തട്ടാതെ ഒഴിഞ്ഞു പോകണമെങ്കിൽ ഒരു കൃത്യമായ ദൂരം നമ്മൾ കീപ്പ് ചെയ്യണം. അവിടെ വെച്ചേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഒരു പരിധിയിൽ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? പറ്റില്ലല്ലോ. നമുക്ക് അതെങ്ങനെ തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എന്ത് വസ്തുവിനെ മുന്നിൽ കാണുമ്പോൾ അതിനെ നിലത്ത് തൊട്ട് കാണാമെങ്കിൽ അത് സേഫായിട്ട് നമ്മുടെ ദൂരത്ത് നിൽക്കുന്ന സാധനങ്ങളാണ്. ഇപ്പൊ മാം വെറുതെ ഈ സൈഡിൽ ഒന്ന് മുന്നിലേക്ക് നോക്കിയാൽ ഒരു 2 പുല്ലുകൾ നിൽപ്പുണ്ട്. ഒരെണ്ണം മാമിനും നിലത്തോട്ട് കാണാം, രണ്ടാമത്തത് കാണാവോ അത് ഇവിടെ നിൽക്കുന്നത്? അതിനർത്ഥം എന്തുമായിരിക്കും? അത് ആവശ്യത്തിലധികം ദൂരത്ത് നിൽക്കുന്ന ഒരു സാധനമാണ്. ഇത് വണ്ടിയുടെ അടുത്തായിട്ടുള്ള സാധനമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഒരു വളവ് വളയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു മുന്നിലുള്ള ഒരു സാധനത്തിനെ ഒഴിവാക്കി പോവുകയോ ചെയ്യണമെങ്കിൽ അതിനെ നിലത്തുനിന്ന് കാണുമ്പോഴത്തേക്കാണെങ്കിൽ മാമിന് ഈസി ആയിട്ട് അതിനെ ഒഴിവാക്കാം. റിസ്ക് ഇല്ല അതിൽ. ജസ്റ്റ് ഒന്ന് കാറൊന്ന് ചരിക്കുമ്പോൾ തന്നെ അതിനെ ഒഴിവാക്കി നമുക്ക് പോകാൻ പറ്റും. അത്ര ദൂരത്തായിരിക്കും അത്. നിലത്തുനിന്ന് മാമിന് അതിന്റെ വിഷ്വൽ ഇല്ലെങ്കിൽ നമ്മൾ കൂടുതൽ എഫോർട്ട് ഇടേണ്ടി വരും. അതായത് കൂടുതൽ തിരിക്കേണ്ടി വരും, കൂടുതൽ സ്ലോ ചെയ്യേണ്ടി വരും. മനസ്സിലാവുന്നുണ്ട്? മുന്നിൽ പോകുന്ന ഏതൊരു സാധനത്തിനെയും കൃത്യമായിട്ട് അകലം നമ്മൾ കീപ്പ് ചെയ്യണം. ഒരു വളവാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ തിരിയുകയാണെങ്കിൽ പോലും ഫ്രണ്ടിലെ ലെഫ്റ്റിലെ വിഷ്വൽ അനുസരിച്ചിട്ടാണ് നമ്മൾ എത്ര തിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഫ്രണ്ടിലെ സ്ഥലം കുറയുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ തിരിക്കേണ്ടി വരും. ഓക്കെ, ഫ്രണ്ടിൽ ഇനി ഈ സ്ഥലം ഉണ്ടെന്ന് തോന്നിയാൽ ആ തിരിവ് കുറച്ച് മതിയാവും. അങ്ങനെയാണ് എത്ര തിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ അതിനൊരളവില്ല. വീഡിയോയിൽ ചിലപ്പോൾ അളവ് പറഞ്ഞെന്നിരിക്കും, 2 റൗണ്ട് കറക്ക് 3 റൗണ്ട് തിരിക്കുന്നൊക്കെ പറയും. അത് അങ്ങനെയല്ല. ദൂരത്തിനനുസരിച്ചിട്ടാണ് ആ തിരിവ് എത്ര വേണമെന്ന് തീരുമാനിക്കുന്നത്. ഒരിക്കലും കാണാപ്പാഠം പഠിക്കാൻ പറ്റൂല. ഓക്കെയാണ്? ഇപ്പൊ മാമിന്റെ വീട്ടിൽ കയറണമെങ്കിലും എനിക്ക് കൃത്യമായിട്ടൊരു അളവ് പറയാൻ പറ്റില്ല. കാരണം മാം വരുന്ന വേഗതയും നമ്മുടെ വണ്ടി നിൽക്കുന്ന സ്ഥലത്തിനും അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഞാൻ എല്ലാം കാണാപ്പാഠം പഠിക്കണം. ഇത്ര വേഗത്തിലേ വരാവുള്ളൂ, ഈ സൈഡിലേ വരാവുള്ളൂ, ഇന്ന പോയിന്റിൽ വന്ന് നിൽക്കണമെന്ന് മാമിനെ പഠിപ്പിച്ചു തരണം. അത് പ്രാക്ടിക്കൽ ആയിരിക്കുമോ? കാരണം
ഇന്നത്തെ സാഹചര്യം ആയിരിക്കില്ല നാളെ മാം വരുമ്പോ അവിടെ ഒരു മരക്കഷ്ണം വീണ് കിടപ്പുണ്ട്, മാമിന് അവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല കാറുമായിട്ട്, കാറ് മാറ്റേണ്ടി വരും. ശരിയാണ്, ഇതിലൊന്നും കാണാപ്പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ സ്വിച്ച് ഇട്ട പോലെ ഒരിക്കലും ഇതിനകത്ത് മാറ്റം പ്രതീക്ഷിക്കരുത്. പാർട്ടായിട്ട് നമ്മൾ ചെയ്ത് ബെറ്റർ ആവാനേ പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലായോ? വണ്ടി അവിടെ നോക്കി ഡ്രൈവ് ചെയ്യണമെന്ന് അറിയാലോ, എങ്ങനെയാ ദൂരം കീപ്പ് ചെയ്യുന്നതെന്ന് അറിയാലോ. ഉറപ്പല്ലേ? ചുമ്മാ ഞാൻ ചുമ്മാ ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ. ബ്രേക്ക് ആക്സിലേറ്റർ എന്തിനാന്ന് അറിയാലോ. വെറുതെ സ്റ്റിയറിംഗ് ഒന്ന് റൈറ്റിലേക്ക് തിരിക്കാവാ, തിരിക്കും, ഫുള്ള് തിരിക്കും, ഫുള്ള് ലെഫ്റ്റ് ഒന്ന് ഫുള്ള് തിരിച്ച്. അതായിട്ട് നോക്കണ്ട, ഇതേലും നോക്കേണ്ടി വരുവോ? ഇല്ല, വെറുതെ മുന്നോട്ട് നോക്കിയിട്ട് ഫുള്ളൊന്ന് റൈറ്റ് തിരിച്ച്. ഒരിക്കലും സ്റ്റിയറിംഗ് നോക്കിയല്ല നമ്മൾ തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുന്നിലെ സാഹചര്യം നോക്കിയിട്ടാണ് ഇത്ര തിരിക്കണം, എങ്ങനെ തിരിക്കണം തീരുമാനിക്കുന്നത്. ഓക്കെയാണ്. ഇപ്പൊ മാം തിരിച്ചതാണ്. യഥാർത്ഥത്തിൽ വണ്ടി തിരിക്കേണ്ട രീതി ഇങ്ങനെയാണ് സ്റ്റിയറിംഗ് ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ നമ്മുടെ വഴിയിൽ ഇത് പ്രാക്ടിക്കൽ അല്ല. നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങുന്നതോ വീട്ടിലേക്ക് തിരിച്ച് കയറാനോ ഇങ്ങനെ ഒരു തിരിവ് പോരാതെ വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്ഥല പരിമിതി ഉണ്ട്. പെട്ടെന്ന് വണ്ടി ഫുള്ള് തിരിയേണ്ടി വരും ലെഫ്റ്റിലേക്ക്. തിരിഞ്ഞ ഉടനെ തന്നെ ഫുള്ള് റൈറ്റിലേക്ക് തിരിക്കേണ്ടി വരും, എന്നാലേ നമ്മുടെ കാർ പോർച്ചിൽ കയറാൻ പറ്റുള്ളൂ. ശരിയല്ല? ഇങ്ങനെയാ കിടക്കുന്നത്. ഇങ്ങനെ വന്ന കാറ് ലെഫ്റ്റ് ഫുള്ള് തിരിഞ്ഞിട്ട് റൈറ്റ് തിരിഞ്ഞാലേ നമുക്ക് കാർ പോർച്ചിൽ കയറാൻ പറ്റുള്ളൂ. അതിന് ഈ തിരിവ് മതിയാവില്ല. അപ്പൊ തിരിക്കുന്നത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കേണ്ടി വരും. ഓക്കെ, ഫാസ്റ്റ് ആക്കണമെങ്കിൽ മാമിന്റെ കൈയുടെ മൂവ്മെന്റ് ഒന്നും മാറ്റേണ്ടി വരും. ഒരു കൈ റൗണ്ട് എടുക്കേണ്ടി വരും സ്റ്റിയറിംഗിന്റെ കൂടെ. ഓക്കെയാണ്, ഇങ്ങനെ റൗണ്ട് ചെയ്യേണ്ടി വരും. മറ്റേ കൈ കൊണ്ട് വലിച്ചുകൊണ്ടും ഇരിക്കേണ്ടി വരും. മാം ചെയ്തതുപോലെ, മാം ചെയ്തത് തന്നെ ഒരു കൈ വലിക്കുന്ന ജോലി അതേപോലെ ചെയ്തോണം. മറ്റേ കൈ റൗണ്ടും എടുത്തോണ്ടിരിക്കണം. ഇങ്ങനെ റൗണ്ട് ചെയ്യണം ഈ കൈ. ആ കൂട്ടത്തിൽ വലിച്ചോണം. കണ്ട, ലെഫ്റ്റ് തിരിക്കുമ്പോൾ ആ കൈ റൗണ്ട് ചെയ്തോണ്ടിരിക്കണം, ഈ കൈ കൊണ്ട് വലിച്ചോണ്ടിരിക്കണം. ഒന്ന് തിരിച്ചു നോക്കിക്കാം. ആ കൈ വലത്തെ കൈ ഇങ്ങോട്ട് റൗണ്ട് ചെയ്തു പോവാ. വലത്തെ കൈ ഇങ്ങോട്ട് റൗണ്ട് ചെയ്തു പോവാ. ഇങ്ങോട്ട് വരട്ടെ. അപ്പൊ ഇതുകൊണ്ട് വലിച്ചോണ്ടിരിക്കണം. കണ്ട? ഓക്കെ, റൈറ്റ് തിരിക്കണമെങ്കിൽ ഈ കൈ റൗണ്ട് ചെയ്തോണ്ടിരിക്കണം. അത് തന്നെ. ഓക്കെയാണ്. ഇതിപ്പോ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി ആയതുകൊണ്ടാണ് ഹാർഡ് ആയത് തിരിക്കാൻ. ഓടുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് മാമിന് തിരിക്കാം. അതായിട്ട് നോക്കരുത്, ഞാൻ പറഞ്ഞില്ലേ. അതിൽ നോക്കി ഒന്നും തീരുമാനിക്കരുത്, മുന്നിൽ നോക്കി അറിയാൻ പറ്റുള്ളൂ. മാം ഫുള്ളൊന്ന് റൈറ്റ് തിരിച്ച്. കണ്ട? ലെഫ്റ്റ് ഒന്ന് ഫുള്ള് തിരിച്ച്. അതായിട്ട് നോക്കണ്ട, സ്റ്റിയറിംഗിൽ നോക്കണ്ട, ഫുള്ള് തിരിക്കും. എത്ര സ്പീഡിൽ ഈ കൈ മൂവ് ചെയ്യാവോ അത്ര എളുപ്പം സ്റ്റിയറിംഗ് തീരും. വലിക്കുന്ന കൈ എത്ര എളുപ്പം ഇതിലേക്ക് വരുന്നു അത്ര എളുപ്പം തീർക്കാൻ പറ്റും നമുക്ക്. റൈറ്റും തിരിച്ചാൽ പെട്ടെന്ന്. അതന്നെ. ഓക്കെ, എപ്പോഴെങ്കിലും മാമിന് വീല് നേരെ ആണെന്ന് ഉറപ്പിച്ചാലേ പറ്റുള്ളൂ എന്ന് തോന്നിയാ ഇത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഫുള്ള് തിരിക്കണം. ഇപ്പൊ തിരിച്ച പോലെ. എന്നിട്ട് എണ്ണത് ഇങ്ങനെ 2 പ്രാവശ്യം നേരെയാക്കിയാൽ മതി. ഒന്ന് മതി. ഇങ്ങനെ ഈ ലെഗ് ഇങ്ങനെ മടിയിൽ വരുന്നത് പോലെ 2 പ്രാവശ്യം തിരിച്ചാൽ മതി. മാം ഒന്ന് ലെഫ്റ്റ് ഫുള്ള് തിരിച്ച്. തിരിഞ്ഞാ? ഇനി ഇത് നേരെയാക്കണമെങ്കിൽ ഇവിടെ നോക്കി ഇത് നേരെയാക്കി വേണമെങ്കിൽ ഇത് 2 പ്രാവശ്യം മടിയിൽ കൊണ്ടുവന്നാൽ മതി. ഒന്ന് മതി. കണ്ട? ഓക്കെ, അപ്പൊ ടയർ നേരെയായിരിക്കും. അത് നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിൽ മാത്രമേ അത് ചെയ്ത് നോക്കാവുള്ളൂ. ഓടുമ്പോ ഇവിടെ നോക്കി നേരെയാക്കാൻ വരരുത്. ഓടുമ്പോ ഫ്രണ്ട് നോക്കിയാണ് നമ്മൾ തീരുമാനിക്കുന്ന കാർ എങ്ങനെയാണ് മാറ്റണോ നേരെയാക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെയാണ്? ഒരിക്കലും അല്ല, അത് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വരും. ഇത് എത്ര പ്രാവശ്യം ഇങ്ങനെ വരുമെന്നറിയാമോ? മാം കയ്യൊന്ന് വിട്ടെ. ഇത് കണ്ട? ഇപ്പോഴും വണ്ടി തിരിഞ്ഞിരിക്കുക, പക്ഷെ ഇവിടെ നോക്കിയാ നേരെയാ. അപ്പൊ ഇത് നോക്കി അല്ല അളക്കുന്നത്, വണ്ടി പോകുന്ന നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. മുന്നിൽ തടസ്സമാണ്, എനിക്ക് നേരെ തന്നെ പോകണം എന്ന് തോന്നിയാൽ, 2 സൈഡിലേക്ക് അനങ്ങാൻ പറ്റില്ല എന്ന് തോന്നിയാൽ അപ്പൊ മാത്രം കൺഫേം ചെയ്യാനാ ഞാൻ പറഞ്ഞ. ഇങ്ങനെ അതും കുറച്ച് നാളത്തേക്ക് മതി. അത് കഴിഞ്ഞാൽ മാമിന് അറിയാം സ്റ്റിയറിംഗ് ഇങ്ങോട്ടാ ഇരിക്കുന്നതെന്ന്. മനസ്സിലാകണോ? ഇതിപ്പം ഞാൻ കൊണ്ടുവന്നിട്ട വണ്ടി ആയതുകൊണ്ട് എനിക്കറിയാം ഇതിന്റെ സ്റ്റിയറിംഗ് എങ്ങനെ ഇരിക്കുന്നതെന്ന്. വീണ്ടും കയറേണ്ടി വന്നാലും ഞാൻ കൊണ്ടുവന്നിട്ട വണ്ടി ആയതുകൊണ്ട് എനിക്കറിയാതെ എങ്ങോട്ടാ തിരിഞ്ഞിരിക്കുന്നതെന്ന്. അത് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. അതായത് എന്റെ മെമ്മറിയിലുണ്ട് ഞാൻ എങ്ങനെ തിരിച്ചാ കൊണ്ടുവന്ന് കാർ ഇട്ടേന്ന്. എനിക്കിത് തിരിച്ചു നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? മാമും കുറച്ച് നാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാമിന് ഈ എണ്ണ എടുക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഞാൻ പറയുന്നത് എപ്പോഴെങ്കിലും നിർത്തിയിടുമ്പോൾ നേരെ ആക്കണമെന്ന് തോന്നിയാൽ മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. ഓക്കെ, ഇപ്പൊ ഒരു പാർക്ക് ചെയ്യാൻ പോകുന്നു, വണ്ടി നേരെയാണെങ്കിൽ മാത്രമേ എനിക്ക് അവിടെ കയറാൻ പറ്റുള്ളൂ ടയർ. അപ്പൊ വേണമെങ്കിൽ മാമിനെ ടെസ്റ്റ് ചെയ്യാം. നിർത്തി വെച്ചിട്ട് ഒരു സൈഡ് തിരിച്ചിട്ട് നേരെയാക്കി അകത്ത് കയറാം.
സംശയം തോന്നിയ ഓക്കെയാണ്. വണ്ടി എങ്ങനെ തിരിക്കണമെന്നറിയാലോ. ഇൻഡിക്കേറ്റർ ഏതാ? വന്നിട്ട് ഓഫ് ചെയ്തപ്പോൾ ലെഫ്റ്റാ വീണത്. അത് ഓഫ്. റൈറ്റ് ഇട്ടേ ഒന്നുകൂടെ. അത് ലെഫ്റ്റ് അല്ലേ? നോക്കണ്ട മാം, അതേട്ടോ ഓഫ് ചെയ്യും. ഓക്കെ, കൈ മുഴുവൻ വേണ്ട, ഒരു വിരൽ ഇങ്ങനെ നീട്ടിയാൽ മതി, അതിൽ കിട്ടും. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഓഫ് ചെയ്തേ, റൈറ്റ് ഇട്ട് ഓഫ് ചെയ്തേ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതെങ്ങനെ പകുതിയാണ് അനക്കുന്നതെങ്കിൽ ഒരു 3 സെക്കൻഡ് നേരത്തേക്ക് അത് ബ്ലിങ്ക് ചെയ്തിട്ട് ഓഫായി പോകും. ഇൻഡിക്കേറ്ററിന്റെ ലിവറിൽ ഒരു ടെമ്പററി മോഡ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൂടെ ഉണ്ട്. ഇങ്ങനെ ആണ് തട്ടുന്നെങ്കിൽ ഒരു 3 സെക്കൻഡ് നേരത്തേക്ക് മാത്രം അത് തെളിഞ്ഞിട്ട് ഓഫായി പോകും. ഓക്കെ, അറിയാതെ മാമിന്റെ കൈ തട്ടി ഇതിങ്ങനെ ഓണായ ഇത് ഓഫാക്കാൻ നോക്കിയാൽ ഇപ്പുറത്ത് തെളിയും, അത് ഓഫാക്കാൻ നോക്കിയാൽ അപ്പുറത്ത് വീണ്ടും തെളിയും. അപ്പൊ 3 സെക്കൻഡ് അതിന് സമയം കൊടുത്ത് അത് ഓഫായിക്കോളും. അല്ലെങ്കിൽ എവിടെ തെളിയുന്നോ അങ്ങോട്ട് പ്രോപ്പറായിട്ട് ഓൺ ആക്കിയിട്ട് മാം ഓഫ് ചെയ്യേണ്ടി വരും. ഉറപ്പാണ്. ഇനി ഇതിന്റെ ഗിയർ എങ്ങനെയാണ്? മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അത് റിവേഴ്സ് ഡിയിലോട്ട് മാറ്റിക്ക്. ഓക്കെ, ഡ്രൈവ് ആയോ നോക്കിയാ? ആയില്ലേ? ഒന്ന് ഡീന്ന് അവിടെ വന്നാണ്ട് അത് ഇവിടെ ബെൽറ്റ്. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെന്ന് അർത്ഥം. അത് ഓഫ് ചെയ്യാതെ മാം ഇവിടുന്ന് കാർ എടുക്കാൻ പാടില്ല. അതായത് ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ട് അത് ഓഫ് ആവണം. ഹാൻഡ് ബ്രേക്കിന്റെ അത് ഓഫ് ചെയ്യാതെ മാം ഇവിടുന്ന് കാർ നീക്കാൻ ശ്രമിക്കരുത്. ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കണം കൃത്യമായിട്ട്. ഓക്കെയാണ്. കുറച്ച് നാളത്തേക്ക് മാം ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രം ഈ എ ഓഫ് എന്ന് എഴുതിയിരിക്കുന്ന കണ്ട, ഇത് ഇങ്ങനെ കിടക്കണം ഇവിടെ. ഓക്കെ, ഇതിനൊരു സ്വിച്ച് ഉണ്ട് ദേ അവിടെ, എ ഓഫ് എന്ന് എഴുതിയിരിക്കുന്ന കണ്ട, കണ്ട എവിടെ കണ്ടു? ആ അത് തന്നെ, അത് തന്നെ. അതെല്ലാം ഞെക്കിക്ക്. നോർമലായിട്ട് മാം എപ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്താലും ഇങ്ങനെയായിരിക്കും. ഇവിടെ ഒരു ലൈറ്റ് ഒന്നും കാണില്ല, ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇത് നേരത്തെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയപ്പോ കാർ നിന്നു പോയത് കണ്ടായിരുന്ന? ശ്രദ്ധിച്ച റോഡിൽ വന്നപ്പോ? അതായത് വണ്ടിയിൽ ഇപ്പോഴിറങ്ങുന്ന വാഹനങ്ങളിലുള്ളൊരു ഫീച്ചറാണത്. ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറയും. ഓക്കെ, അതായത് കാർ ഓടി വരുന്ന കാറ് നമ്മൾ നിർത്തി വെച്ചാൽ വണ്ടി സെൻസ് ചെയ്യുന്നത് വണ്ടി തിരക്കിലോ ട്രാഫിക്കിലോ എന്തോ കിടക്കുകയാണ്, വെറുതെ പെട്രോൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി ഓഫാകും സ്വയം. എന്നിട്ട് നമ്മൾ ബ്രേക്കിൽ നിന്ന് വിടുകയോ ഗിയർ മാറ്റുകയോ എന്തെങ്കിലും ചെയ്താൽ വണ്ടി പിന്നെ സ്റ്റാർട്ടാവും. ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നാണ് അതിന്റെ പേര്. അങ്ങനെ ഒരു സംവിധാനം ഉള്ളപ്പം മാം ചിലപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ്. മാം ചിലപ്പോൾ ഒരാളെ റോഡെ കണ്ടിട്ട് കാറ് നിർത്തും സംസാരിക്കാൻ വേണ്ടി. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാർ ഓഫായി പോകും. മാം സംസാരത്തിൽ മുഴുകി കഴിയുമ്പോൾ മാം മറന്നു പോകും കാർ ഇങ്ങനെ ഓഫായതാണെന്ന് മറന്നു പോകും. മാം ബ്രേക്കിൽ നിന്ന് കാലെടുക്കും, ഉടനെ ഈ കാർ സ്റ്റാർട്ടായിട്ട് ഓടാൻ തുടങ്ങും. അങ്ങനെ വരാതിരിക്കാൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും ആ സ്വിച്ച് പിടിച്ചൊരു പ്രസ് ചെയ്തേക്കണം. അപ്പം അതിങ്ങനെ ഒരു ലൈറ്റ് ഇവിടെ തെളിയും. ഇതുള്ളപ്പോൾ മാത്രമേ ഓടിക്കാൻ ശ്രമിക്കാവുള്ളൂ എപ്പോഴും. കുറച്ച് നാളത്തേക്ക് മതി, അത് കഴിഞ്ഞാൽ നമുക്കിത് ശീലമാവും. ഓക്കെയാണ്. ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തേക്ക്. ഓക്കെ, ഡ്രൈവിലേക്ക് മാറ്റും. മതി, പെട്ടെന്ന് നിർത്തി കളയരുത്. ഇപ്പോൾ ഇവിടെ നോക്കി ഓടിച്ചു പോകും. ഈ വളവും ഇത് ഇവിടെ നോക്കാവുള്ളൂ. കണ്ട, ഇവിടുത്തെ സ്ഥലം കുറയുന്നതനുസരിച്ച് കാർ ഇവിടുന്ന് മാറി വന്നാൽ മതി. കണ്ട, അപ്പൊ എതിരെ വരുന്നവനെ പേടിക്കൂല വേണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എതിരെ വരുന്നവനെ ഒളിഞ്ഞു നോക്കരുത്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ട് ഒളിഞ്ഞു നോക്കരുത്. മാം ഒരു സ്ഥലം തീരുമാനിച്ച് ഈ കാറൊന്ന് ഒതുക്കി നിർത്താൻ. എവിടെയാണ്? അപ്പൊ സ്ലോ ചെയ്ത് ആ സൈഡിലേക്ക് കൊണ്ടുപോകാം. അവിടെ എന്തുണ്ടെന്ന് കണ്ടല്ലോ, സ്ലോ ചെയ്തല്ലോ. അവിടെ ചേർക്കാവുന്നത്ര സൈഡിലേക്ക് വാങ്ങാം. അവിടെ സ്ഥലം കുറയുന്നതിനനുസരിച്ച് കാറ് നിർത്തിയാൽ മതി. കുറഞ്ഞ എവിടെയാ നോക്കുന്നത് മോളെ? എവിടെയാ നോക്കേണ്ടത് മോൾ? എവിടെയാ? നമ്മൾ ഇങ്ങോട്ടാ കാർ ഓടിക്കാൻ പോണേ. ഇങ്ങോട്ടേക്ക് കുറച്ചുകൂടെ കൊണ്ടുപോയി കാറിന്. കൊണ്ടുപോവാ, മാറ്റരുത്, ഇങ്ങനെ കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ സ്ഥലം കുറയുമ്പോ വണ്ടി നിർത്ത്. കുറഞ്ഞ അപ്പൊ നിർത്ത്. ഓക്കെ, ഇനി അങ്ങോട്ട് പോയാലേ ഇടിക്കുള്ളൂ. അതിനെന്ത് ചെയ്ത് കൊടുക്കണം നമ്മൾ കാറിനെ? അപ്പൊ വലത്തോട്ട് ഇച്ചിരി തിരിക്ക്. നീങ്ങണ്ട, തിരിച്ചിട്ട് പതുക്കെ ഒരു സ്റ്റെപ്പ് വെച്ച് നോക്കി ഇവിടുന്ന് മാറുന്നുണ്ടോന്ന്. ഓക്കെ, ഇപ്പൊ വിശ്വാസമാണ് വണ്ടി തിരിഞ്ഞിട്ടുണ്ടെന്ന്. ഇനി ഇവിടെ നോക്കി, ഇത് ഈ മതിലേന്ന് മാറുന്നുണ്ടോന്ന് നോക്കി. ഒരു സ്റ്റെപ്പ് വെച്ച് പതുക്കെ ഒരു സ്റ്റെപ്പ് വെച്ച് നോക്കിയാൽ ഇതിങ്ങനെ നേരെ വരും. ഈ ഒരു ഏരിയ ഉണ്ടോ? ഇത് നേരെ വരുന്നത് വരെ ഒരു സ്റ്റെപ്പ് കൂടെ വെച്ച്. നേരെയായോ? അതോ ഇനിയും നേരെ ആവാനുണ്ടോ? കറക്റ്റ് നേരെയാണ്. ഇപ്പോഴല്ല നേരെയായ. അത് കൺഫേം ചെയ്യാൻ രണ്ടാമതൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഈ മിററിൽ കൂടെ നോക്കിക്കേ.
നമ്മുടെ സൈഡിലെ മതിലും നമ്മുടെ കാറും ഇങ്ങനെയാണോ നിൽക്കുന്നത് നോക്കിയാൽ മതി. മതില് കാണത്തില്ല. നിറവി കാണാവോ? മതിലോ? മതില് കാണുന്നില്ല. ഇതിന്റെ എന്തോ കാണുന്നത് പോകരുതേ. ഇതൊന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ച് ഒരു സ്വല്പം ഇങ്ങോട്ട് തള്ളിക്ക. താത്താണല്ലേ? മതി. ഒരു ഇച്ചിരി പൊക്കിക്ക. പൊക്കാൻ മതി. ഓക്കെ ആണോ? ബാക്കിലോട്ടുള്ള വഴിയും നമ്മുടെ കാറും ഒരേപോലെയാണോ നിൽക്കുന്നതെന്ന് നോക്കിയ? ആണോ? ഒരു സ്റ്റെപ്പ് കൂടെ ഒന്ന് മുന്നോട്ട് നീക്കി. ഒരു പൊട്ടിക്ക് ബ്രേക്ക്. ഇപ്പൊ എങ്ങനെ നിൽക്കുന്നെന്ന് നോക്കിയ? അങ്ങനെയല്ല, നമ്മുടെ കാറിന്റെ ബോഡി ഇല്ല, ഇത് ഈ ഒരു ലൈൻ മതിലിലേക്കാണോ നിൽക്കുന്നത് അതോ വഴിയിലേക്കാണോ നിൽക്കുന്നത്? ഉറപ്പാണ്? വഴിയിലേക്കാണോ നിൽക്കുന്നത്? തൊട്ടടുത്തല്ലേ ഞാൻ ചോദിച്ചേ. ഇച്ചിരി നമ്മളിങ്ങനെ കൈ ചൂണ്ടുന്ന പോലെ ഇച്ചിരി ലെങ്തിലേക്ക് നോക്കിക്കേ. സൈഡിലെ മതിലുകളിലേക്കാണോ അത് നിൽക്കുന്നത് അതോ വഴിയിലേക്കാണോ? വന്നില്ല. അങ്ങനെ തന്നെ നിന്നോ. ഒരു ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ലൂസ് ചെയ്ത് ചെയ്. പോട്ടെ, ഇച്ചിരൂടെ നിർത്തിക്ക്. ഇപ്പൊ ഒന്ന് നോക്കിക്ക്. എങ്ങനെയാ നിൽക്കുന്നത്? കാറിന്റെ ബാക്ക് റോഡിന്റെ സൈഡുമായിട്ട് ഇങ്ങനെ നേരെയാണോ നിൽക്കുന്നത് അതോ എങ്ങോട്ടെങ്കിലും ചരിഞ്ഞാണോ നിൽക്കുന്നത്? എങ്ങോട്ട് ചരിഞ്ഞാ നിൽക്കുന്നത്? മതിലിന്റെ ഭാഗത്തേക്കാണോ റോഡിന്റെ ഭാഗത്തേക്കാണോ? മാം, ഈ ഒരു ലൈൻ കണ്ടോ ബ്ലാക്ക് കളറിലെ? ഈ ഗ്ലാസിന്റെ അടുത്ത് അതിങ്ങനെ നീളത്തിൽ കാണാമല്ലോ മാമിന്. അതിന്റെ എന്റെ എങ്ങോട്ടാ പോയിന്റ് നിൽക്കുന്നതെന്ന് ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഞാൻ കൈ ചൂണ്ടിയ മാമിന് അറിയാലോ മാമിന്റെ കണ്ണിലാണോ മൂക്കിലാണോ മുഖത്തേക്കാണോ അല്ലേ? അതിനർത്ഥം ഈ കാറിന്റെ ബാക്ക് റോഡിലേക്ക് ചരിഞ്ഞ് നിൽക്കുന്നെന്ന്. ഓക്കെ, ഡ്രൈവിലാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് നോക്കിയാൽ ഇതിൽ മാറ്റം വരും. റോഡേ നിന്ന് അത് മാറെടുത്തിട്ട് പതിയെ ആക്സിലേറ്റർ സപ്പോർട്ട് ചെയ്യും. ചവിട്ടി താത്തരുത്. ഇത് അത്രേ ഉള്ളൂ. കണ്ടാ? ഇല്ല, പിന്നെ പോത്തില്ല. ഒരിക്കൽ ആക്സിലേറ്റർ വന്നാ പിന്നെ പോത്തില്ല. കണ്ടാ? ഇപ്പൊ കാറ് മുന്നോട്ടും പുറകോട്ടും പോകാതെ കണ്ടാ? ഇങ്ങനെയാണ് കയറ്റത്തി കൺട്രോൾ ചെയ്യുന്നത്. എന്നിട്ട് സ്റ്റെപ്പായിട്ട് കയറിക്കുക പതുക്കെ. കണ്ടാ? ഒന്നുകൂടെ നിർത്തിക്കുക ബ്രേക്ക് ചെയ്ത്. പിന്നെ ഒന്ന് മുന്നോട്ടെടുത്ത് കാലെടുത്ത് ആക്സിലേറ്ററിൽ കൊണ്ടുവന്നാ മതി. ചെറിയൊരു വെയിറ്റ് കൊടുത്താൽ മതി. കണ്ടാ? പുറകോട്ട് പോയാ നിർത്ത്. നല്ല കയറ്റമല്ലേ? കേറ്. കണ്ടാ? ഒന്നുകൂടെ നിർത്ത്. കേറ്. പേടിക്കേണ്ട ആവശ്യമുണ്ടാ? ഉറപ്പല്ലേ? ഞാൻ ഇറങ്ങി ഓട്ടോ വിളിച്ചു വരാം. അപ്പൊ ഒരു ഓട്ടോ വിളിയടാ. ഓട്ടോ കിട്ടുന്ന ജംഗ്ഷനിൽ നിർത്തിയിട്ടാ ഞങ്ങൾ പോക്കോളാം. അത്രേ ഉള്ളൂ. അതിനെ നോക്കിയിരിക്കരുത്. കാലൊന്ന് ബ്രേക്ക് കൊണ്ടുപോകാം. ആ സ്ഥലം വരെ കൊണ്ടുവരണം നമ്മുടെ കാർ. 30 കഴിഞ്ഞിട്ടുള്ള സ്ഥലം. ആ സൈഡ് മാറ്റരുത് മോളെ. അതേലിടിക്കാതെ ആ സൈഡിലേക്കൊന്ന് കൊണ്ടുപോകണം. ഇപ്പോഴും സൈഡിലല്ല. ആ മതി. എന്നിട്ട് നിർത്ത്. കണ്ട? ഇനി സ്ഥലം ഉണ്ടോ ഇല്ലേ? ഒരടിയെങ്കിലും നീങ്ങാൻ പറ്റുമോ? ആ ഒരടി മാത്രം നീങ്ങും. അത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിന് സെക്കൻഡറി ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതേ നോക്കിയേ. ഒരടിയെങ്കിലും നീങ്ങിക്കൂടെ? ഇതേ ഇവിടെ നോക്കണ്ട. കണ്ടാ? ഇനി നീങ്ങിയാലല്ലേ മുട്ടുള്ളൂ. എന്ത് ചെയ്ത് കൊടുക്കണം കാറിന്? എന്നിട്ട് എന്ത് ചെയ്ത് കൊടുക്കണം? ബാക്ക് നേരെയാണ്. റോഡിലേക്കല്ലേ കിടക്കുന്ന ബാക്ക്? അപ്പൊ നേരെയാണ്. ഇവിടെ നോക്ക്, നേരെയാണ്. അപ്പൊ ഇത് നേരെ ആവട്ടെ. ആദ്യം നമ്മൾ തിരിച്ചിട്ടുണ്ട്. തിരിച്ചു. ഇനി ഒന്ന് അനങ്ങിയാ മതി. കാറ് നേരെ ആവട്ടെ. ഫ്രണ്ട് നേരെ ആവുമ്പോൾ നിർത്ത്. ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി കാർ എന്താ ചെയ്യേണ്ടി വരുന്നത്? അല്ല, കാറിനെ നേരെ ആക്കേണ്ടിയാണോ വരുന്നത് തിരിക്കേണ്ടിയാണോ വരുന്നത്? ഉറപ്പല്ലേ? ഇനി തിരിക്കണം. മോളത് പതുക്കെ നിലയ്ക്ക് നോക്കിയ കാറ് മുന്നോട്ട്. കണ്ട? നേരെ ആക്കണോ തിരിക്കേണ്ടി വരുമോ? ഇനി തിരിക്കേണ്ടി വരുമോ? കണ്ട? നേരെ ആക്കിയോ. പോരട്ടെ. ഇല്ല പെണ്ണെ, എന്തിനാ? പുറകോട്ട് പോയാൽ കുഞ്ഞിന് അറിയാമല്ലോ ബ്രേക്ക് ചെയ്ത് നിർത്താൻ അറിയാമല്ലോ. പതുക്കെ പോ മോളെ. അവിടെ നിർത്ത്. മോക്ക് അറിയാമല്ലോ പുറകോട്ട് പോയാൽ എന്ത് ചെയ്യണമെന്ന്. പിന്നെന്താ? ബ്രേക്ക് ചെയ്ത് നിർത്തിയിട്ട് രണ്ടാമത് പതുക്കെ കയറണം വീണ്ടും. പോട്ടെ. ഇതുപോലുള്ള റോഡുകളിൽ വേഗത കൺട്രോൾ ചെയ്തിട്ട് സാവധാനം പോകാനേ നോക്കാവുള്ളൂ. കാരണം ഏത് നിമിഷവും എതിരെ വണ്ടികൾ വരും.
വണ്ടികൾ വന്നാൽ നമുക്ക് മാറാൻ പറ്റാതായി പോകും. അപ്പൊ സ്പീഡിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, പൊസിഷനും മൂവ്മെന്റും പതുക്കെ കൺട്രോൾ ചെയ്തായിരിക്കണം വണ്ടി പോകേണ്ടത്. ഓക്കെ. പിന്നെ റോഡിന്റെ സ്വഭാവം പെട്ടെന്ന് മാറും. ഈ കാണുന്ന റോഡ് ആയിരിക്കില്ല അടുത്ത സെക്കൻഡിൽ കാണാൻ പോകുന്നത്. അപ്പൊ എപ്പോഴും കെയർ ചെയ്ത് വേണം വണ്ടിയെ കൊണ്ടുപോയാല്. റൈറ്റ് ആണ് പോകണ്ടെങ്കിൽ റൈറ്റിലേക്ക് ഒരു തിരിവ് കൊടുത്ത് തിരിച്ചില്ല. ആ മതി, ഒരു സ്റ്റെപ്പ് ഒന്ന് നീങ്ങിക്ക്. ഇപ്പൊ കാറ് റൈറ്റിലേക്ക് ഒന്ന് ചരിയും. ചരിഞ്ഞാ ഉറപ്പാണാ? എവിടെയാ നോക്കുന്നത്? സ്റ്റെപ്പ് കൂടെ വാ, പതുക്കെ മതി. ഒന്ന് അനങ്ങാനായിട്ട് ചെറിയൊരു സപ്പോർട്ട് കൂടെ, അനങ്ങാൻ മാത്രം. ആ ഇനി ബ്രേക്കിൽ വാ. കണ്ടാ വേണ്ടത്രയും ചരിവ് കിട്ടിയാ നിർത്ത്. ഈ മിററിൽ വെറുതെ നോക്കിയേ, ഇവിടെ ഒരു പാറക്കല്ലിന് നേർക്ക കാറ് നിൽക്കുന്നത്. അവിടെയോ ഇനി സ്ഥലം ഉണ്ടോ? ഇല്ലേ? കൂടുതൽ സ്ഥലം കാണുന്നില്ലേ? അതിനർത്ഥം കാർ അങ്ങോട്ട് വരുത്താൻ പറ്റുമെന്നാണോ? അല്ലേ? എപ്പോഴും റിവേഴ്സ് എടുക്കുമ്പോൾ ഒരു സൈഡിൽ ചിലപ്പോൾ വീതി ഉണ്ടാവും, ഒരു സൈഡിൽ വീതി കുറവുണ്ടാവും. വീതി ഉള്ള സ്ഥലത്തേക്ക് കാറിനെ മാറ്റണം. അപ്പം ഇല്ലാത്ത സ്ഥലത്ത് വീതി വരും. ഓക്കെ, അങ്ങോട്ട് കാർ ഒരു സ്റ്റെപ്പ് കൂടെ നീങ്ങട്ടെ. നിർത്ത്. അവിടെ വീതി കുറഞ്ഞില്ലേ? ഇവിടെ വഴി കിട്ടിയോ നോക്കിയേ. ജസ്റ്റ് അല്ലേ കിട്ടിയുള്ളൂ. അവിടെ ഇനിയും സ്ഥലമില്ലേ? ഒരു സ്റ്റെപ്പ് കൂടെ അങ്ങോട്ട് നീക്കിക്ക്, നിർത്തിക്ക്. ഇവിടെ നല്ലപോലെ വഴി കിട്ടിയോ നോക്കിയേ. കിട്ടിയാ? ടയർ നേരെയാക്കി കൊടുക്ക്. നേരെ നമ്മൾ എങ്ങോട്ടായിരുന്നു തിരിച്ചത്? നേരെയാക്കണമെങ്കിൽ എങ്ങോട്ട് വരണം? ഒന്നുകൂടെ വരട്ടെ. മതി. കണ്ട ഇനി കണ്ട വഴിക്ക് നേരെ ആയത് കണ്ട കാറ്? നേരത്തെ ഇങ്ങനെ കിടന്ന കാറായിരുന്നു, അത് ഇങ്ങോട്ട് കിട്ടിയ കണ്ട. ഇനി നമുക്ക് ബാക്ക് പോവാമല്ലോ. ഈ വഴിയിലോട്ടല്ലേ പോകത്തുള്ളൂ? ഉറപ്പല്ലേ? 2 മിറർ നോക്കുക, വഴിയിലോട്ട് തന്നെയല്ലേ പോകത്തുള്ളൂ. പതുക്കെ വാ. ആ മിററിൽ നോക്കിയിരിക്കും, വഴിയിലോട്ട് തന്നെയല്ലേ? കറക്റ്റ് അല്ലേ? ഇവിടെയും കറക്റ്റ് അല്ലേ? പതുക്കെ വാ. ഇറക്കമാണ്, ബ്രേക്കിൽ വാ. നിർത്ത്. ഏതെങ്കിലും ഒരു സൈഡ് വീതി കുറയുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ടോ? ഉറപ്പല്ലേ? അതിനർത്ഥം ഇവിടെ വീതി കൂടിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ? വീതി കുറയുന്നത് എവിടെയാണോ അവിടെയാണ് നോക്കിയിരിക്കേണ്ടത്, അവിടെയാണ് തട്ടാൻ പോണത് വണ്ടി. അവിടെ ഒരിക്കലും വീതി ഇല്ലാതാവരുത്. അതിനെന്ത് ചെയ്ത് കൊടുക്കണം? എങ്ങോട്ട് മാറ്റിയാലാണ് അവിടെ വീതി ആകാതെ നിൽക്കുന്നത്? അപ്പൊ ലെഫ്റ്റിലേക്ക് ഇച്ചിരി തിരിക്കും. മതി. എന്നിട്ട് ഒരു സ്റ്റെപ്പ് നീങ്ങി നോക്കാം അവിടെ വീതി കിട്ടുമോന്ന്. കിട്ടിയാ? ഉടനെ നിർത്തിയേക്ക്. തിരിച്ചത് നേരെയാക്കി വെച്ചേക്കണം. വീണ്ടും നീങ്ങണം. അവിടെ വീതി കുറയോ കൂടുകയോ ചെയ്യുന്നുണ്ടോ നോക്കിക്കോണം. ബാ. എന്ത് തോന്നുന്നു? ഉണ്ട്. ബാക്കിലേക്ക് ഇറങ്ങാവാ? എന്നാ വാ, ഒരു സ്റ്റെപ്പ് കൂടെ. നിർത്ത്. ഇപ്പോഴും നോക്ക്. ഓക്കെ ആണോ അവിടെ? ഉറപ്പാണോ? പോവാ നമുക്ക്. എന്നാ വാ. നിർത്ത്. ഇനി എനിക്ക് തിരിച്ചു പോകണം. അല്ല, അങ്ങോട്ട് വന്ന വഴിക്ക്. അപ്പൊ എന്ത് ചെയ്യണം? ഡ്രൈവ് ഡ്രൈവ് മോഡിലിട്. അതിനല്ലേ ഞാൻ പറഞ്ഞ ഇവിടെ നോക്കിയാ കാർ തിരിക്കണ്ടേ? മുന്നിൽ നോക്കിയാണ് തിരിച്ചോണ്ട് വരേണ്ടത്. ഡ്രൈവ് ഇട്. എന്നിട്ട് പതുക്കെ മുന്നോട്ട് ചെല്ലുമ്പോ ഫ്രണ്ട് തിരിച്ച് കൊണ്ടുപോവാ. തിരിച്ച് കൊണ്ടുപോവാ. മോളെ പൊന്നെ, എവിടെ നോക്കണം? എന്റെ കുഞ്ഞ് എവിടെയാ നോക്കുന്നത്? ഇതേലായിട്ടല്ലേ ഒളിഞ്ഞു നോക്കുന്നത്? ഇതായിട്ട് നോക്കിയാ തിരിച്ച് ഇതേലായിട്ട് ഇടി കൊടുക്കും. അവിടെ നോക്കി തിരിച്ച് കൊണ്ടുപോവാ കാറിനെ. അത്രയും സ്ഥലം മോടെ മുന്നിലില്ലേ? അപ്പൊ പതുക്കെ അവിടുന്ന് ചിരിച്ച് കൊണ്ടുപോവാ. സ്പീഡ് വേണ്ട. ഇപ്പോഴും കുഞ്ഞിങ്ങോട്ട് ഒളിഞ്ഞു നോക്കാൻ വരുന്നു. അവിടെ തട്ടാതെ തിരിഞ്ഞു വരുമോ നോക്ക്. നീങ്ങി ചെല്ല്. കണ്ട അവിടെ തട്ടുമെന്ന് തോന്നിയാ കൂടുതൽ തിരിച്ചേക്ക്. പതുക്കെ മതി. കണ്ട ഇപ്പോഴും അവിടെ തട്ടത്തുള്ളൂ. അവിടെ തട്ടുമെന്ന് തോന്നിയാൽ നിർത്തിക്കോ. എന്ത് തോന്നുന്നു? ഒരു സ്റ്റെപ്പ് കൂടെ നീങ്ങാവാ. പതുക്കെ നീങ്ങും. ഇല്ല മോളെ, പുറകോട്ട് പോകുമ്പോ നിർത്തിയായിരുന്നു. മതി, നിർത്ത്. കണ്ട ഇനി തിരിഞ്ഞു കിട്ടില്ല എന്ന് തോന്നിയാ എന്ത് ചെയ്യും? റിവേഴ്സ് ഗിയർ ഇട്. കാറിന് എന്ത് ചെയ്ത് കൊടുക്കണം? കാരണം ഇങ്ങനെ തന്നെ ബാക്ക് പോയാൽ മതിയോ അതോ പോരുത്? മാറ്റി തിരിക്കും. ഫുൾ ഓപ്പോസിറ്റ് തിരിക്കും. ഫുള്ള് തിരിക്കും. തട്ടി നിൽക്കും. ഓക്കെ. ഇനി മുന്നോട്ട് പോകാൻ പറ്റിയില്ലെന്ന് തോന്നിയാ ഉടനെ ഗിയർ മാറ്റി റിവേഴ്സ് ഇടണം. എങ്ങോട്ട് തിരിച്ചോ അതിന്റെ ഓപ്പോസിറ്റിലേക്ക് മുഴുവൻ തിരിക്കണം. അത് ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് വരട്ടെ. മതി. ഓക്കെ. വീണ്ടും ഡ്രൈവ് ഇടും. നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് മുഴുവൻ തിരിക്കും.
ആ വന്ന ഒരു സ്റ്റെപ്പ് സ്ഥലം ഇനി അവിടെ ബാക്കിയുണ്ട്. അപ്പൊ ഇനി അവിടെ ഇരിക്കുവാ, ഇല്ല. ഉള്ളു തിരിക്കും. എന്നിട്ട് പതുക്കെ മുന്നോട്ട് കയറും. മുന്നിലേ നോക്കാവുള്ളൂ. പതുക്കെ പതുക്കെ കയറും. കണ്ട കുറേശ്ശെ നേരെയാക്കി വാ. ബ്രേക്ക് ചെയ്ത് പിടിച്ചോ, എന്നിട്ട് പതുക്കെ കയറിക്കോ. കുറേശ്ശെ കുറേശ്ശെ ബ്രേക്ക് ചെയ്ത് പിടിച്ചിട്ട് സോഫ്റ്റ് ആയിട്ട് കയറും. നേരെയാക്കി നേരെയാക്കി. സ്പീഡ് വേണ്ട ഒരുപാട്. വീണ്ടും പോട്ടെ. എന്തിനാ അത്ര പേടിക്കുന്നത്? ഫ്രീ ആയിട്ടിരിക്കും. നേരെയാക്കി ഇവിടെ നിർത്ത്. ഒരു സാധനം ഡിമ്മടിക്കുന്ന കണ്ട ഇങ്ങനെ ഒരു മഞ്ഞ കളറിൽ ഉണ്ടാ?